ഗുഡ് മോർണിംഗ് USA കാനഡ ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ US ചർച്ചകൾക്ക് തുടക്കമാകുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര വാണിജ്യ ചർച്ചകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. വ്യാപാര ചർച്ചകൾക്ക് വേണ്ടി അമേരിക്കൻ പ്രതിനിധി സംഘം ഡൽഹിയിലെത്തും. US വാണിജ്യ ഉപപ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലെത്തുന്നത്. ഇരു രാജ്യങ്ങളും കുറച്ചു മാസങ്ങളായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും താരിഫ് വിഷയത്തിൽപ്പെട്ട് ഇടക്കാല വ്യാപാര കരാറിലെത്താൻ സാധിച്ചിരുന്നില്ല. വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി ഉഭയകക്ഷി വ്യാപാര ധാരണകൾ സംബന്ധിച്ച് ചർച്ചയുണ്ടായേക്കും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയും US സംഘം കണ്ടേക്കുമെന്നാണ് സൂചന. US-ലേക്ക് ടിക്ടോക്ക് വീണ്ടും വരുമോ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടിക്ടോക്ക് അടക്കം ചില കമ്പനികളുമായി കരാർ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട്. ചൈനയുമായുള്ള ചർച്ചകൾ വളരെ നന്നായി നടന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തി. ടിക്ടോക്കിന്റെ പേര് അദ്ദേഹം പറഞ്ഞില്ല എങ്കിലും US-ലെ യുവാക്കൾ വളരെയധികം സംരക്ഷിക്കാൻ ആഗ്രഹിച്ചത് ഈ കമ്പനിയാണ് എന്ന് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. അതേസമയം US-ഉം ചൈനയും ടിക്ടോക്ക് കരാറിൽ ഫ്രെയിംവർക്കിലെത്തിയതായി US ട്രഷറി മേധാവി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചു. ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പറഞ്ഞു. യൂറോപ്പിൽ വ്യാപാര യോഗം ഇപ്പോഴും നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും അതിന്റെ ഭാഗമാണ് എന്നും ട്രംപ് പറഞ്ഞു. ലിസ കുക്കിനെ നേരിടാൻ സ്റ്റീഫൻ മിറാൻ ഫെഡ് ബോർഡിലേക്ക്. ട്രംപിന്റെ വലം കൈയായ സ്റ്റീഫൻ മിറാനെ ഫെഡ് ബോർഡിലേക്ക് ഉൾപ്പെടുത്തുന്നത് 48-നെതിരെ 47 വോട്ടുകൾക്ക് സെനറ്റ് അംഗീകരിച്ചു. ട്രംപ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും വിസമ്മതിച്ച ഫെഡ് ഗവർണർ ലിസ കുക്കിന് അനുകൂലമായി കോടതി വിധികൾ വന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. മിറാൻ നിലവിൽ വൈറ്റ് ഹൌസിന്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ കൗൺസിലിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നു. പലിശ നിരക്ക് കുറയ്ക്കൽ ചർച്ച ചെയ്യുന്ന 2 ദിവസത്തെ നയയോഗത്തിനായി ഫെഡ് യോഗം ചേരുന്നതിന് ഒരു ദിവസം മുൻപാണ് ഈ വാർത്ത വരുന്നത്. നാളെ ആരംഭിക്കാൻ പോകുന്ന നയയോഗത്തിന് മുന്നോടിയായി കുക്കിനെ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം നിഷേധിച്ചുകൊണ്ട് ലിസ കുക്കിനെ ഫെഡറൽ റിസർവ് ബോർഡിൽ തുടരാമെന്ന് US അപ്പീൽ കോടതി വിധിച്ചു. ഫെഡ് ഗവർണർ ലിസ കുക്കിന് അനുകൂലമായി കോടതി വിധിക്കെതിരെ ട്രംപ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. മെംഫിസിലേക്ക് നാഷണൽ ഗാർഡിനെ അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ടെന്നസി ഗവർണർ ബില്ലി പങ്കെടുത്ത ഓവൽ ഓഫീസ് ചടങ്ങിൽ മെംഫിസിലേക്ക് നാഷണൽ ഗാർഡിനെ വിന്യസിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപിന്റെ ഫെഡറൽ സൈനിക വാഗ്ദാനങ്ങളെ ലീ സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ പ്രഖ്യാപന വേളയിൽ പ്രസിഡന്റിന് നന്ദി പറയുകയും ചെയ്തു. കഴിഞ്ഞയാഴ്ച മെംഫിസ് വളരെയധികം അസ്വസ്ഥമാണ് എന്ന് പറഞ്ഞ ട്രംപ് വാഷിംഗ്ടണിൽ എന്ന പോലെ ഞങ്ങൾ അത് ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കളിയാക്കുകയും ചെയ്തിരുന്നു. അടുത്തതൊരു പക്ഷേ ചിക്കാഗോ ആയിരിക്കുമെന്നും ചിക്കാഗോയിലേക്ക് നാഷണൽ ഗാർഡ് സൈനികരെ അയക്കുന്നത് പരിഗണിക്കുന്നുണ്ടെന്നും സെന്റ് ലൂയിസ് പോലുള്ള ഫ്ലോട്ടഡ് നഗരങ്ങൾ കൂടി പരിഗണിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ആഭ്യന്തര ഭീകര പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് JD വാൻസ്. ഇടതുപക്ഷ ആഭ്യന്തര ഭീകര പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്ന് ആവർത്തിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിന്റെ മുതിർന്ന സഹായി സ്റ്റീഫൻ മില്ലറും. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിനു ശേഷം പ്രതികാര വാഗ്ദാനങ്ങൾ JD വാൻസും ട്രംപിന്റെ മുതിർന്ന സഹായി സ്റ്റീഫൻ മില്ലറും ആവർത്തിച്ചു. വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകന്റെ മരണം ആഘോഷിക്കുന്നതായി കരുതുന്ന ആർക്കുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ ജനങ്ങളോട് ഇരുവരും പോഡ്കാസ്റ്റിലൂടെ ആഹ്വാനം ചെയ്തു. കിർക്കിന്റെ പോഡ്കാസ്റ്റിന്റെ ഒരു എപ്പിസോഡിനായി വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫും വാൻസിനൊപ്പം ചേർന്നു. അക്രമി നടത്തിയ വെടിവയ്പിന്റെ ഉദ്ദേശം വ്യക്തമല്ല എങ്കിലും കിർക്കിന്റെ മരണത്തിന് തീവ്ര ഇടതുപക്ഷ സംഘടനകളെ മില്ലർ കുറ്റപ്പെടുത്തി. കാനഡയിലുടനീളം കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിന് പിന്നാലെ കാനഡയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നതായി ആരോഗ്യ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു. വാൻകൂവർ, കാൽഗറി, എഡ്മണ്ടൺ, വിന്നിപെഗ്, മോൺട്രിയൽ സൗത്ത്, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നിവിടങ്ങളിൽ കോവിഡ് അതിവേഗം വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ട്. ദേശീയ തലത്തിൽ ശ്വസന രോഗലക്ഷണങ്ങളുള്ള അത്യാഹിത വിഭാഗങ്ങൾ സന്ദർശിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. പോസിറ്റിവിറ്റി നിരക്ക് 8.5% എന്നാണ് റിപ്പോർട്ട്. രോഗം വ്യാപകമാകുമ്പോൾ പാൻഡമിക് സമയത്ത് സ്വീകരിച്ച എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ പൊതുജനങ്ങളോട് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. വാക്സിനേഷൻ, കൈകളുടെ ശുചിത്വം, അസുഖമുള്ളപ്പോൾ വീട്ടിൽ തന്നെ തുടരുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു. ബ്രെഡിന്റെ വില നിർണ്ണയം $500 മില്യൺ ഒത്തുതീർപ്പ്. ബ്രെഡിന്റെ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേസിൽ $500 മില്യൺ ഒത്തുതീർപ്പിന് തങ്ങളുടെ ഓഹരി ലഭ്യമാക്കാൻ കനേഡിയൻ ഉപഭോക്താക്കൾക്ക് അവസരമൊരുക്കും. ലോബ്ലാവ് കോസ് ലിമിറ്റഡും അതിന്റെ മാതൃകമ്പനിയായ ജോർജ് വെസ്റ്റേൺ ലിമിറ്റഡും ഉൾപ്പെടുന്ന അംഗീകൃത ഒത്തുതീർപ്പിൽ ക്ലെയിം പ്രോസസ് തുറന്നിട്ടുണ്ട് എന്ന് സ്ട്രോബർഗ് വിംഗ്ഫീൽഡ് സാസോർ LLPയും ഓർട്ടൈലർ LLPയും അറിയിച്ചു. ക്ലെയിം കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് 2001 ജനുവരി 1-നും 2021 ഡിസംബർ 31-നും ഇടയിൽ വ്യക്തിഗത ഉപയോഗത്തിനായി പാക്കേജ് ചെയ്ത ബ്രെഡ് ബൺസ്, റോളുകൾ, പാഗൽസ്, നാൻ, ഇംഗ്ലീഷ് മഫിൻ, റാപ്പുകൾ, പിറ്റ, ടോർട്ടില വാങ്ങിയ അർഹരായ കനേഡിയൻ ഉപഭോക്താക്കൾ ഡിസംബർ 12-നകം പൂരിപ്പിച്ച ക്ലെയിം ഫോം സമർപ്പിക്കണം. വാങ്ങിയതിന്റെ തെളിവ് ആവശ്യമില്ല എന്ന് അധികൃതർ അറിയിക്കുന്നു.
ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.